നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന 2 നില വീട് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കും അതുപോലെ തന്നെ ഇന്റീരിയർ ലുക്കും വരുന്ന ഈ ഒരു നല്ല മനോഹരമായ ഒരു വീട് നമുക്ക് 4.25 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്റർ ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ എക്സ്റ്റീരിയർ ലുക്ക് എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും പാറ്റേണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എക്സ്റ്റീരിയറിൽ തന്നെ നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലും അതുപോലെ തന്നെ ടെക്സ്ചർ ലുക്കും വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ആർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വുഡൻ വർക്ക്സ് വരുന്ന പാറ്റേൺസും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് നമുക്ക് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നൽകിയിട്ടുള്ളത്. ഒരു അൾട്രാ ലക്ഷറി ലുക്ക് നമുക്ക് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4.25 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കടക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്നത് പോലെ തന്നെ നല്ല വൈഡായിട്ടുള്ള എൻട്രൻസ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും സുഖമായിട്ട് വീടിനകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഫോൾഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നമുക്കൊരു വില്ല പ്രോപ്പർട്ടിയാണ് ഇത് വരുന്നത്. അത്രയും റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് മുഴുവൻ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഒരു വർക്കാണ് നമുക്കിവിടെ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഡിസൈൻ വരുന്ന ഒരു പാറ്റേണും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗേറ്റ് നമുക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഈ ബുദ്ധയുടെ ഒരു സ്കൾപ്ചറിൻ്റെ പുറത്ത് നമുക്ക് വരുന്ന ഒരു വാട്ടർഫോളും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മനോഹരമായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്ന നമുക്കൊരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് വരുന്നുണ്ട്. എത്ര വലിയ SUV കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടികളായാലും ഇതിനകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിൽ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് നൽകിയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വൈൽഡ് ബാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4.25 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ള ഈ വീടിൻ്റെ കുറച്ചുകൂടെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 8x5 ആണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ വരുന്നത്. താഴെ തന്നെ നമുക്ക് 2 സ്റ്റെപ്പും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് എൻട്രൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫുള്ളും നമുക്ക് ടൈലും വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തില്ല. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് നല്ല ലോങ് രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള മെയിൻ ഫ്രണ്ട് ഡോറാണ് ഇവിടെ പണി ചെയ്തിട്ടുള്ളത്. തേക്കിൻ തടിയിലാണ് ഫുള്ള് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 4.25 സെന്റ് സ്ഥലത്ത് നമുക്ക് 2300 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തിലുള്ള എല്ലാ ഏരിയകളിലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ ഫുൾ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ TV യൂണിറ്റ് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയയാണ്. ഇത്രയും വലിയ വീതിയുള്ള ഒരു TV യൂണിറ്റ് ഏരിയ തന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എത്ര വലിയ TV ആണെങ്കിലും ഈ ഒരു സ്പേസ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റിൻ്റെ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാനൽ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് മനോഹരമായ രീതിയിലുള്ള വർക്കും കാര്യങ്ങളാണ് ഈ ഒരു TV യൂണിറ്റിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ചുമര് മുഴുവൻ നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സ്പേസാണ്. ലിവിങ് ഏരിയയുടെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12x12 നമുക്ക് ഡയമെൻഷൻ വരുന്നത്.
ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന 2 വിൻഡോസ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാൻ എല്ലാം ഉൾപ്പെടെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പാർട്ടീഷൻ എല്ലാം തന്നെ നമുക്ക് ഇൻഡോർ ഡെക്കോർ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തോണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു റാക്ക് പോലത്തെ ഒരു സംഭവം ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത് മുകളിൽ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയെല്ലാം ചെയ്തിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള റൂംസ് ആയാലും കിച്ചൺ ആയാലും ഡൈനിങ് ഏരിയ എല്ലാ ഭാഗങ്ങളും നമുക്ക് സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10x10 ഡയമെൻഷൻ നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ലെങ്തി ആയിട്ട് വരുന്ന വിൻഡോയും കർട്ടൻ ബ്ലിൻസും നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് വിത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗിൻ്റെ പാറ്റേൺ എല്ലാം ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് ടോപ്പ് എൻഡിൽ തന്നെ നമുക്ക് സീലിംഗ് പാനൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് സീലിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന സ്റ്റോൺസും കാര്യങ്ങളൊക്കെ തൊട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് നല്ല മനോഹരമായ ഒരു സ്മാർട്ട് മിററും അതുപോലെ സ്റ്റോറേജ് സ്പേസും താഴെയും സ്റ്റോറേജ് സ്പേസും നൽകിക്കൊണ്ട് നല്ല ജാഗോറിൻ്റെ ക്വാളിറ്റി ഫിറ്റിങ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഭാഗം തന്നെയാണ് അത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് വീടിന് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ്. പാർട്ടീഷൻ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ളത്. എൻട്രൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് മാർബിളും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. നല്ല വിശാലമേറിയ വീതിയുള്ളൊരു കിച്ചണാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള കിച്ചൺ. ഇതുവരെ നമുക്ക് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കിച്ചൺ നമുക്ക് ഈ ഒരു 4.25 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് പണി ചെയ്ത വീടിന് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കിച്ചൺ നമുക്ക് റെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു കിച്ചണാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 18x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിന് വരുന്നത്. അത്രയും വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഈ ഒരു കബോർഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ടുള്ള കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. മോഡുലാർ രീതിയിലുള്ള കിച്ചൺസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ലൈറ്റിങ് കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും. ഈ ഒരു മോഡുലാർ രീതിയിലുള്ള കിച്ചണും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. തൊട്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഈ വീടിന് ഒരു വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ വർക്ക് ഏരിയ. അത്യാവശ്യം വർക്ക് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ എല്ലാം ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാർബിളിൻ്റെ ടോപ്പും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് നമുക്കൊരു കവേർഡായിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്ക് ചെയ്തെടുത്ത് തീർത്തിട്ടുള്ളത്. ഫുള്ളി കവേർഡായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ടെറാക്കോട്ട മെറ്റീരിയൽസൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കവേർഡായിട്ട് വരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗേറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വർക്ക് ഏരിയ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡയമെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം കണക്കിന് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം
ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നല്ല മനോഹരമായൊരു കബോർഡും കാര്യങ്ങളും വാൾഡ്രോബ്സും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ്, മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടെക്സ്ചർ വർക്ക് വരുന്ന വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ഈ റൂമിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 14x14 നമുക്ക് ഈ റൂമിൻ്റെ ഡയമെൻഷൻ നമുക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ബാത്റൂമായാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡ് വരെ നമുക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള നല്ല പ്രീമിയം ടൈൽസ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നേക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡൻ വർക്കിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആക്കി തീർത്ത് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ പ്രിൻ്റഡ് വരുന്ന ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമായി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ലൈറ്റ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് വരുന്ന ആർട്ട് വർക്കും കാര്യങ്ങളും ചെയ്ത് നല്ല മനോഹരമാക്കി ടോപ്പ് എൻഡ് വരെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. മുകളിൽ നമുക്ക് ചെറിയ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നമുക്ക് ടോപ്പിൽ വരുന്നത്. സ്റ്റെയർ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും അതുപോലെ തന്നെ ഒരു മിനി ഹോം തിയേറ്ററും മെയിൻ ബാൽക്കണിയാണ് നമുക്കിവിടെ ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു ഹാളിൽ വന്നിട്ടുള്ളത്. ഹജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ല മനോഹരമായ ഡിസൈനും യൂണീക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തുകൊണ്ട് നല്ല ലൈറ്റിങ്ങും കംഫർട്ടായിട്ട് വരുന്ന ഒരു റൂം തന്നെയാണ് ഈ കാണുന്നത്. ഖജീറയുടെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിംഗായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു വാൾ റൂഫ്സും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ താഴെയുമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളും നല്ല പ്രീമിയം രീതിയിലുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഇതൊക്കെ ഡെക്കറേഷനായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം എല്ലാം നമുക്ക് വന്നേക്കുന്നതും. നല്ല മനോഹരമായ രീതിയിലുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമുക്ക് പ്രീമിയം രീതിയിൽ വരുന്ന ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാൾപേപ്പറാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു കോർണർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ നല്ല സ്പേസും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. 14x14 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നല്ല മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് വുഡൻ പാറ്റേൺ വരുന്ന
ഡിസൈനും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാ റൂംസിലും കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഒരു വാൾ റൂംസും കാര്യങ്ങളൊക്കെ വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. മനോഹരമായൊരു വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ വർക്കും കാര്യങ്ങളും ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ കോമൺ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്കൊരു കോമൺ ബാത്റൂം തന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ കോമൺ ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു മിനി ഹോം തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 ദിവസത്തെ ഒരു വർക്ക് മാത്രമേ നമുക്കിവിടെ ഇനി ബാക്കി വരുന്നുള്ളൂ. ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി തീർത്ത് കഴിഞ്ഞു. ഒരു 180 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മിനി ഹോം തിയേറ്ററാണ് നമുക്ക് വരുന്നത്. ആ ഒരു ഭാഗത്താണ് നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സും യൂസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു മിനി ഹോം തിയേറ്റർ നമുക്ക് ചെയ്ത് എടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വന്നിട്ടുള്ളത് 2 ബെഡ്റൂമും ഒരു മിനി ഹോം തിയേറ്ററും ഒരു ബാൽക്കണിയും കോമൺ ബാത്റൂമായിട്ടാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ചെറിയൊരു മനോഹരമായൊരു സർക്കിൾ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും കാറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. മുകളിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡിൽസ് എല്ലാം നമുക്ക് സ്റ്റീലിലെ ഹാൻഡിൽസാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വരുന്ന ഒരു സ്റ്റീലിൽ വരുന്ന മെറ്റീരിയൽസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ നല്ല മനോഹരമാക്കിയ ഒരു ഡിസൈനാണ്. എടുത്ത് പറയേണ്ട ഒരു സംഭവമാണത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ടൈൽസ് മുഴുവൻ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടിട്ട് നല്ല മനോഹരമായ അൾട്രാ ലുക്ക് വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ്. ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയർ ആയാലും നല്ല കിടിലം അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീടാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വെറും 1,10,00,000 നമുക്ക് ചോദിക്കുന്നത്. 1.10 CR ആണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് നമ്മൾ ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.